വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എഗെയിൻ ഒരു മീഷോ ഹോളാണ്. ഇന്ന് മീഷോ എന്ന് വെച്ചാൽ കുറച്ച് ക്ലോത്ത്സ് ആണ് കാണിക്കാൻ പോകുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് ആണ് ഇതെല്ലാം തന്നെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നല്ല അഫോർഡബിളുമാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഷോർട്ട് കുർത്തിയാണ്. ഇപ്പം എനിക്ക് ഷോർട്ട് കുർത്തീസ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ട്രെൻഡാണ് ഷോർട്ട് കുർത്തീസ്, വൈഡ് ലെഗ് ജീൻസിൻ്റെ കൂടെ ഒക്കെ നല്ല ട്രെൻഡാണ്. അതോടൊപ്പം തന്നെ സമ്മറാണ് വരുന്നത്. നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും കോട്ടണിലൊക്കെ വരുന്ന കുർത്തീസൊക്കെ. സോ ഇതൊരു പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള കുർത്തിയാണ്. അങ്ങനെ നല്ല സ്ലീവാണ്, ലെങ്ത് ഷോർട്ട് തന്നെ, പിന്നെ നെക്ക് വീനക്കാണ് വന്നിട്ടുള്ളത്. പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്, ലാവൻഡർ ഷെയ്ഡിലുള്ളൊരു കുർത്തിയാണ്. പിന്നെ ഈ ഒരു ഡിസൈനാണ് ഇതിൽ പോകുന്നത്, ഈ ഒരു പാറ്റേണിലാണ് ഈ ഒരു ക്ലോത്ത് വന്നിട്ടുള്ളത്. നല്ലൊരു പ്രൊഡക്റ്റാണ്. 300 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ്. ആ ഒരു പ്രൈസിന് എന്തായാലും എനിക്ക് വർത്തായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഏകദേശം ഈ ഒരു മെറ്റീരിയലുള്ള ഒരു കുർത്തി ഞാൻ പണ്ട് ഒരു യെല്ലോ കാണിച്ചിട്ടുണ്ടായിരുന്നു, 200 സംതിങ്ങിന് വാങ്ങിച്ചതായിരുന്നു. അത് ഞാൻ ഇപ്പോഴും നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതെനിക്കൊരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ആ ഒരു ത്രെഡ് കുറച്ച് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പോയിട്ടുണ്ടെങ്കിലും നല്ല കംഫർട്ടബിളാണ് അത് വെയർ ചെയ്യാൻ. ഇപ്പോഴും വേറെ കുഴപ്പമൊന്നുമില്ല. സോ അതുപോലെയാണ് ഈ ഒരു മെറ്റീരിയലെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതും കുറേ നാൾ ഇട്ട് നിൽക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നല്ല കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചൂടത്തൊക്കെ ഇടാനുള്ള നല്ല സുഖമായിരിക്കും. ക്ലാസ്സിലൊക്കെ പോകുന്നവർക്കും ഓഫീസിൽ പോകുന്നവർക്കൊക്കെ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് വളരെ ക്യാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ വന്നിട്ടൊരു ഡ്രസ്സാണ് കേട്ടോ. ഒരു ഹോട്ട് പിങ്ക് കളറിൽ വന്നിട്ടുള്ള ഡ്രസ്സാണ്, ടയേർഡായിട്ടുള്ള ഡ്രസ്സാണ്. 1 2 ഇതിൻ്റെ സ്ലീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ലീവാണ്. ഇവിടെ എലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്. നെക്ക് വി നെക്കാണ് വന്നിട്ടുള്ളത്, ഡീപ്പല്ല, നല്ല കയറി കിടക്കുന്ന വി ആണ്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ്. സോ വാഷ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ഷ്രിങ്ക് ആവുമെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. നമ്മൾ കഞ്ഞിപ്പശയിലൊക്കെ മുക്കിയിട്ടുള്ള ആ ഒരു ഫീലില്ലേ, ആ ഒരു ഫീലുണ്ട് ഇത് കാണുമ്പോൾ. അപ്പോൾ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ കളറും ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. സ്റ്റിച്ചിങ്ങൊക്കെ നല്ല നീറ്റാണ്, ഫിനിഷിങ് ഉണ്ട് സ്റ്റിച്ചിങ്ങിലൊക്കെ. ഇതുണ്ടല്ലോ, ഈ പ്രോഡക്റ്റിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഗ്രീന്, വൈറ്റ്, കുറേ കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ. ഇത് ഞാൻ മിൻട്രയിൽ എന്നോ വിഷ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറേ മുമ്പ് വിഷ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് 1000 എബോ ആയിരുന്നു പ്രൈസ്. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ടയേർഡായിട്ട് വരുന്ന ഡ്രസ്സുകൾ ഞാൻ വിഷ് ലിസ്റ്റ് ചെയ്ത്. പിന്നെ ഈ അടുത്താണ് ഞാൻ മീഷോയിൽ കണ്ടത്. മീഷോയിൽ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇതിന് റിവ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഞാൻ വാങ്ങിച്ചു. എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട് വാങ്ങിച്ച് നോക്കിയതാണ്. 300 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ്. ആ ഒരു പ്രൈസിലുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മിൻട്രയിലുള്ളതൊന്നും മെറ്റീരിയൽ ഇതായിരിക്കില്ല. ഒന്നെങ്കിൽ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആയിരിക്കും, നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. അതല്ലെങ്കിൽ പോളിസ്റ്ററിൻ്റെ ഒക്കെ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആവാനാണ് ചാൻസ്. ഇതിപ്പോൾ റയോണിൽ സെയിം മോഡൽ, സെയിം ലുക്കിൽ റയോണിൽ ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ടായിരിക്കും ഇത്ര അഫോർഡബിൾ ആയിട്ടുള്ളത്. എനിവേ നമുക്ക് ആ ഒരു ലുക്ക് ഈ ഒരു ഇതിനോണ്ട് കിട്ടും. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ച സൈസ് വന്നിട്ട് സ്മോളാണ്. അതെനിക്കൊരു മണ്ടത്തരം പറ്റിയതാണ്. ഇതെനിക്കിപ്പോൾ കറക്റ്റ് ഫിറ്റായിട്ടാണ് കിടക്കുന്നത്. എനിക്ക് ഇന്ന് ലൂസിൽ കിടക്കുന്നതായിരുന്നു ഇതിഷ്ടം. ആ ഒരു സ്ലീവൊക്കെ കുറച്ച് ലൂസിൽ കിടക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ ഇത് സ്മോൾ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കറക്റ്റ് സൈസാണ്. പിന്നെ ഇതൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഷ്രിങ്ക് ആയാൽ എനിക്ക് നല്ല ഷേപ്പിലായിരിക്കും നിൽക്കുക. അപ്പോൾ അത് അത്ര ഭംഗിയായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട്. നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ മീഡിയം ആയിരുന്നു കേട്ടോ എടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ്. ഇനി തേർഡ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു ഡ്രസ്സാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രസ്സാണ്. ഇത് ഒരു കഫ്താൻ ടൈപ്പ് ഡ്രസ്സാണ്. ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് ഇത്. ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. നല്ല ജോർജറ്റ് മെറ്റീരിയലാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇതിന് ലൈനിങ്ങും പോകുന്നുണ്ട്. നല്ല ലോങ്ങിൽ തന്നെ ലൈനിങ്ങും പോകുന്നുണ്ട്. പോളിസ്റ്റർ മെറ്റീരിയലുള്ള ലൈനിങ് ആണ്. നെക്ക് വന്നിട്ട് കുറച്ച് ഡീപ്പാണ്, വീനക്കാണ് വരുന്നത്. അവിടെ ഇങ്ങനെ സിൽവറിൻ്റെ ഗോട്ടാപ്പട്ടി ലേസും കൊടുക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ പൊതുവേ ഇഷ്ടമാണ്. ഇങ്ങനെ ഷോൾഡറിൻ്റെ ഇവിടെ ലൈക്ക് സ്ലീവ് ഇങ്ങനെ വിടർന്ന് പോലെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിന് ഇവിടെ ഇങ്ങനൊരു ബാൻഡ് പോലെ കൊടുക്കുന്നുണ്ട്. അവിടേക്ക് ഇങ്ങനെ ചുരുങ്ങി നിൽക്കുന്നത്. വേറെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ഫിറ്റ് മനസ്സിലാവുള്ളൂ. പിന്നെ ബാക്കിൽ ഇവിടെ ചെറുതായിട്ടൊരു എലാസ്റ്റിക് കൊടുക്കുന്നുണ്ട് കേട്ടോ. 300 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് വർത്തായിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ്.
സ്റ്റിച്ചിങ് ഒന്നും കുഴപ്പമില്ല. ഫസ്റ്റ് ലുക്കിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്തായാലും നല്ല പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. പിന്നെ ലാസ്റ്റ് പ്രോഡക്റ്റ് ബോട്ടമാണ് കേട്ടോ. 2 പലാസോ പാൻസ് ആണ്, കോംബോ ആയിട്ട് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. കുറേ മുൻപ് ഞാൻ ഇതുപോലെയുള്ളത് വാങ്ങിച്ചിട്ടുണ്ട്, 2 തവണ വാങ്ങിച്ചിട്ടുണ്ട്. രണ്ടും 2 ടൈപ്പായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത് നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. അതിപ്പോഴും ഒരു കേടുമില്ല കേട്ടോ, അതുപോലെ തന്നെ ഉണ്ട്. യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പഴയതായി എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നും അതിനില്ല. പിന്നെ രണ്ടാമത് വാങ്ങിച്ചത് അത്ര തന്നെ തിക്നെസ് ഇല്ലാത്തതാണ്, പക്ഷെ അതും ഇപ്പം നല്ല ക്വാളിറ്റിയിലുണ്ട്. കുറേ ഇയേഴ്സായി അതൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പം വീണ്ടും ഞാൻ അങ്ങനത്തെ തന്നെ വാങ്ങിച്ചതാണ്. വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് ഇത് നല്ല സുഖമാണ് പലാസോ പാൻസ്. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം ഗ്രേ ആണ്. കളേഴ്സ് കുറച്ച് കോമ്പിനേഷൻസ് അവർ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഗ്രേയും ബ്രൗണും കൂടെ ഉള്ള ഒരു സെറ്റാണ്. അതുപോലെ കുറച്ച് കളേഴ്സിൻ്റെ ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ചൂസ് ചെയ്യാം. പിന്നെ ഇതിനിങ്ങനെ ഡ്രോ സ്ട്രിങ് പോകുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് വേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സൈസ് നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ 30 ആണ് സൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇങ്ങനെ നല്ല ലെങ്ത്തൊക്കെ ഉണ്ട്. ഇതും നല്ല ആ ഒരു മെറ്റീരിയലാണ്, ഞാൻ മുമ്പ് വാങ്ങിച്ച ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതും വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ബ്രൗണുമാണുള്ളത്. ഞാൻ ഇപ്പോഴാണ് അൺബോക്സ്. ഇതാണ് അതിൻ്റെ ബ്രൗൺ വന്നിട്ടുള്ളത്. സെയിം തന്നെ ബ്രൗൺ, ജസ്റ്റ് കളർ ചേഞ്ച്. അപ്പം ഇത്രയും പ്രോഡക്റ്റാണ് ഈ ഒരു മീഷോ ഹോളിൽ ഞാൻ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഈദൊക്കെ വരാനുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ നോക്കുമായിരിക്കും. അപ്പോൾ അഫോർഡബിൾ ആയിട്ട് നോക്കുന്നവരുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.